ഒരുപാട് നാളായി ഈ ടിഷ്യൂ പേപ്പറൊക്കെ എടുത്തു വെച്ചിട്ട്. അതേ കോലം കണ്ടാലും പറയൂല്ലേ. അപ്പൊ ഇതും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടേബിൾ ഡെക്കർ ഇപ്പോഴാട്ടോ കിട്ടിയത്. ആദ്യം നമുക്ക് കാർഡ്ബോർഡ് പേപ്പറിൽ 2 ഫ്ലവർ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. 3 കളറിലുള്ള ടിഷ്യൂ പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒന്ന് ക്രീം, ഓറഞ്ച്, പിന്നെ ഗ്രീൻ. ആദ്യം നമുക്ക് ക്രീം കളർ ടിഷ്യൂ പേപ്പറിൽ നിന്ന് 2 പീസ് കട്ട് ചെയ്തെടുക്കാം. അത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫ്ലവറിലേക്ക് പശ തേച്ച് കൊടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. 2 എണ്ണം വെച്ച് ഒട്ടിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന കാർഡ്ബോർഡ് പീസിന്റെ ആ ഷെയ്ഡ് ആ ടിഷ്യൂ പേപ്പറിന്റെ ഉള്ളിൽ കൂടെ കാണും. 2 എണ്ണം ആകുമ്പോൾ കറക്റ്റ് ആ ടിഷ്യൂ പേപ്പറിന്റെ കളർ കിട്ടും കേട്ടോ. അതുപോലെ നമ്മുടെ ഫ്ലവറിന്റെ 2 സൈഡിലും ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ അത് എളുപ്പമായിരിക്കും കേട്ടോ. പിന്നെ അത് നല്ല കറക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ഓറഞ്ച് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ 2 ഫ്ലവറും നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി അതിന്റെ സെന്ററിലുള്ള ഒരു കുത്തില്ലേ, അത് നമുക്ക് ചെറിയ വല്ല റൗണ്ട് ഷേപ്പ് ഉള്ളത് വെച്ച് വരച്ചു കൊടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഒരു കളറിന്റെ 2 എണ്ണം വേണം. അത് 2 സൈഡിൽ ഒട്ടിക്കാനുള്ളതാണ്. അത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ ടിഷ്യൂ പേപ്പർ നമ്മുടെ സാധാരണ ടിഷ്യൂ പേപ്പർ അല്ല, കുറച്ച് റഫായ ടിഷ്യൂ പേപ്പറാണ്. റെസ്റ്റോറൻറ്റിലൊക്കെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ടിഷ്യൂ പേപ്പർ കാണാൻ പറ്റും. ഇനി ആ ഫ്ലവറിന് കുറച്ചും കൂടി ഭംഗി കൂട്ടാനായിട്ട് നമ്മുടെ ജെൽ പെൻ ഇല്ലേ, ആ ജെൽ പെൻ വെച്ചിട്ട് ഇതുപോലെ ഡോട്ടായിട്ട് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ പൂവിന്റെ വർക്ക് ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ലീഫ് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ആ ലീഫിന്റെ പടം ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഒന്ന് വെട്ടിയെടുക്കാം കേട്ടോ. ലീഫ് നമുക്ക് 2 എണ്ണം വേണം. അതിലേക്ക് നമ്മൾ ഫ്ലവർ ഒട്ടിച്ചെടുത്ത പോലെ തന്നെ ഗ്രീൻ കളർ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കുകയാണ്. കേക്കിന്റെ ബോക്സ് ആണ് കേട്ടോ നമ്മൾ കാർഡ്ബോർഡായിട്ട് എടുത്തിരിക്കുന്നത്. കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡ് നമുക്ക് വേണം. കേക്കിന്റെ ബോക്സ് കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ അതാ നമ്മൾ 2 ലീഫും കവർ ചെയ്തെടുത്തു. ഇനി വേണ്ടത് ഇതുപോലെ 2 സ്റ്റിക്കാണ്. അതിലേക്ക് ഇതാ ഗ്രീൻ ടേപ്പ് നമ്മൾ ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ 2 സ്റ്റിക്കിലും ചുറ്റിയെടുക്കണം. പിന്നെ ഒരു സ്റ്റിക്കിന്റെ കുറച്ച് ഭാഗം ഇതുപോലെ ഒടിച്ചെടുക്കണം. 2 വലിപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണത്. ഇനി ആവശ്യം ചെറിയൊരു തെർമോക്കോൾ പീസാണ്. അതിലേക്ക് ഇതാ 2 സ്റ്റിക്ക് ഇതുപോലെ കുത്തി കൊടുത്തിട്ട് നമുക്ക് ആ ഫ്ലവർ ഒക്കെ ഇതുപോലെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ലീഫ് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് 2 സൈഡിലായിട്ട് അത് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ ഒന്ന് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ഒന്നാണ്. ഇത് കണ്ടപ്പോൾ എനിക്കത് ഉണ്ടാക്കണമെന്ന് തോന്നി. ഇതാ അപ്പൊ നമ്മുടെ വർക്ക് കഴിഞ്ഞുട്ടാ. ഇത് നമുക്ക് ഷോക്കേസിൽ വെക്കാം, പിന്നെ ടേബിൾ ഡെക്കർ ആയിട്ട് വെക്കാം. നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട്. പിന്നെ ആ ഫ്ലവറിന്റെ പിന്നിലിരിക്കുന്ന ആ ബോട്ടിൽ കണ്ടോ, അത് ഞാൻ ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ചെയ്തിട്ടുള്ളതാണ്. അത് ചെയ്യുന്നത് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. നമുക്കതൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ഫ്ലവർ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.